Hello friends, welcome to the channel. If you already have a SBI credit card user, ഏത് വേരിയന്റുകൾ ആയിക്കോട്ടെ, അതായത് SB സിമ്പിളുകൾക്ക് ആയിക്കോട്ടെ, സിമ്പിളി സേവ് ആയിക്കോട്ടെ, ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ലൈറ്റ് കാർഡ് ആയിക്കോട്ടെ, ഏത് ക്രെഡിറ്റ് കാർഡ് ആയാലും നമുക്ക് എങ്ങനെ നമ്മുടെ SBI കാർഡിൻ്റെ ഓവർ ലിമിറ്റ്, അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഇപ്പോൾ നമുക്ക് ബാങ്ക് ഒരു ഫിക്സഡ് ലിമിറ്റ് തന്നെയായിരിക്കും. അതിൻ്റെ മുകളിൽ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺസെൻറ്റ് കൊടുക്കണം. അതായത് നമ്മുടെ പുതിയ RBIയുടെ റൂൾ അനുസരിച്ച് നമുക്കിപ്പോൾ നമ്മൾ കൺസെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ നമുക്ക് നോർമലി ബാങ്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് കൺസെൻറ്റ് നമ്മുടെ ആ ലിമിറ്റേഷൻസ് കൊടുക്കുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് ചില ബാങ്ക് നമ്മുടെ ലിമിറ്റിൻ്റെ 25% വരെ എക്സ്ട്രാ നമുക്ക് ഓവർ ലിമിറ്റായിട്ട് തരുന്നുണ്ട്. ചിലത് നമുക്ക് 10% തരുന്നുള്ളൂ, ചിലത് 50% തരുന്നുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് എങ്ങനെ അത് നമ്മൾ ഇതിന് മുമ്പ് ആക്സിസ് ബാങ്കിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ SBI കാർഡിൻ്റെ നമ്മൾ എങ്ങനെ ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു SBI ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ കാണാൻ മറക്കണ്ട. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. ചെക്ക് കൊടുത്താൽ മറക്കണ്ട. പിന്നെ എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക. ഞാൻ താഴെ കൊടുക്കുന്ന ലിങ്കുകളൊക്കെ നിങ്ങൾ പേര് ഓൾറെഡി കണ്ടായിരിക്കും. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ആപ്പിൽ കാണിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ആപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ SBI കാർഡിൻ്റെ ആപ്പിലേക്ക് പോകാം. അപ്പോൾ SBI കാർഡ് നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസ് ഐ ഡി സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യണ്ടേ. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഹൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജ്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എത്ര ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ബില്ല് വന്നിരിക്കുന്നത് 11,000 ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടച്ച ഡീറ്റെയിൽസും കാണാൻ കാണാണ്ട്, അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റും കാണാണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് വേറെ SBI കാർഡ് കൊണ്ടുണ്ട്. ഇവിടെ നമുക്ക് ഏരോ മാർക്ക് വരാനുണ്ട്. ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ അവിടെ ബ്ലർ ചെയ്തിട്ടത് നമുക്ക് താഴെയായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കുറേ ഓപ്ഷൻസ് കാണാം. നോർമലി ഇവിടെ തന്നെ കണ്ടു എനേബിൾ ഓവർ ലിമിറ്റ് ഫെസിലിറ്റി. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫെസിലിറ്റിയിലേക്ക് പോകണ്ടോ. അപ്പോൾ നമ്മുടെ കാർഡ് നമ്പർ വന്നു. മാനേജ് ഓവർ ലിമിറ്റ് ട്രാൻസാക്ഷൻ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഓവർ ലിമിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നോർമലി SBI ഒക്കെ 25% അബോവ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ 50% കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വാട്ട് ഇസ് ഓവർ ലിമിറ്റ് കണ്ടോ. ഒരു 50% കേട്ടോ, തെറ്റിപ്പോയതാണ്. അപ്പോൾ ഓവർ ലിമിറ്റ് എമൗണ്ട് ക്യാൻ ഗോ അപ് ടു 50%. അതായത് എന്താ സംഭവം ഓവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ലിമിറ്റ് 20,000 വെച്ചാൽ നമുക്ക് ഒരു 10,000 വരെ നമുക്ക് എക്സ്ട്രാ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് വേറെ എക്സ്ട്രാ ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 20,000 നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളൂ. നമുക്കൊരു 30,000 പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു SBI കാർഡ് ആണെങ്കിൽ നമുക്ക് 50% വരെ എന്താ പറയുക ഓവർ ലിമിറ്റ് യൂസേജ് കിട്ടും. അതായത് നമുക്ക് 20,000 അല്ല 30,000 വരെ യൂസ് ചെയ്യാൻ പറ്റും ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. അതിന് പക്ഷേ എക്സ്ട്രാ സെപ്പറേറ്റ് ചാർജൊക്കെ വേറെ കൊടുക്കണം കേട്ടോ. അത് വേറെ കാര്യം. അതിൻ്റെ ഡീറ്റെയിൽസും കാണാൻ കൂടെ കൊടുത്തിട്ടുണ്ട്. FAQ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹൗ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ്. അത് ഇൻക്രീസ് അല്ല സംഭവം. നമുക്ക് തരുന്ന ലിമിറ്റ് ഇൻക്രീസ് അല്ല. അത് ഇതൊരു സെപ്പറേറ്റ് സർവീസാണ്. അതിന് എക്സ്ട്രാ ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഹൗ ടു മോഡിഫൈ കൺസെൻറ്റ് ഇൻ ഫ്യൂച്ചർ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർ ലിമിറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഓൺ ചെയ്യാം, വേണമെങ്കിൽ ഓഫ് ചെയ്യാം. കണ്ടിന്യൂ അടിച്ചാൽ മതി. ഞാൻ എന്തായാലും ഓഫ് ചെയ്ത് വയ്ക്കാം, നമുക്ക് ആവശ്യമില്ല. ഈസ് ഇറ്റ് ആപ്ലിക്കബിൾ ഫോർ ദിസ് കാർഡ് ഓൺലി? അല്ല, ഓൾ കാർഡ്സ് അണ്ടർ ആൻ അക്കൗണ്ട് വിൽ ബി ഏബിൾ ടു അക്സസ് ഓവർ ലിമിറ്റ്. എല്ലാത്തിനും പറ്റൂട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ SBIയുടെ കാർഡ് വേണമെങ്കിൽ നമുക്ക് ഓവർ ലിമിറ്റ് എനേബിൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് സെക്ഷൻ വരിക കേട്ടോ. അത് നോർമലി നമ്മുടെ ഹോം പേജിൻ്റെ താഴെ തന്നെ ഈ ഓപ്ഷൻ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സൈഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിലെ ഓപ്ഷൻ കാണിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.